നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ദമ്പതികൾ കൈരളി ടി വിയിലെ പട്ടുറുമാൽ എന്ന പരിപാടിയിലൂടെ നമുക്കൊക്കെ സുപരിചിതരായ ഗായകരായ വളർന്നു വരുന്ന രണ്ട് ഗായകരായ ദമ്പതികളാണ് ഹംദാനും സിമ്യ. അല്ലേ? സിമ്യ. നമസ്കാരം. ഹംദാൻ, എവിടെയാ ഇപ്പോൾ? നമ്മളിപ്പോൾ രണ്ടുപേരും ഞാനൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് സിമിയ മ്യൂസിക് ടീച്ചറാണ്. ഒരു ഇന്ത്യൻ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തായി ഖത്തറിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള കാര്യം എന്താണ്? എല്ലാം ഒരു നിമിത്തം മാത്രം. പാട്ടുപാടി നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ജോബിന് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ്. അതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കലാകാരന്മാർക്ക് ശരിക്കും കല ഒരു സെക്യൂർഡ് അല്ല, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, അല്ലേ? ഇനി ഇത് നമ്മുടെ ഒരു പാഷന് വേണ്ടി നമ്മൾ അല്ലേ നമുക്ക് ആസ്വദിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ട്രഗിൾ ആയി പോകും ലൈഫിൽ, അല്ലേ? ഇതിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ടെൻഷൻ, പിന്നെ ഫാമിലി എഫക്റ്റഡ് ആവും, അല്ലേ? അതൊക്കെ ആയിരിക്കാം. നല്ല ജോലിയാണോ അവിടെ? ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ജോബ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കെല്ലാം പ്രോഗ്രാംസ് എല്ലാം വരാറുണ്ട് അവിടെ. അധികവും KMCC അവരുടെ പ്രോഗ്രാംസിന് അധികം വരാറുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ അധികം പോകാൻ പറ്റാറില്ല. സിമിക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ വരാറുണ്ട്. അതെ അതെ അതെ, സ്റ്റേജ് ഷോസ് ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അത്രയും സെലക്റ്റീവായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ല എല്ലാ പ്രോഗ്രാംസിനായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ, സത്യം പറഞ്ഞാൽ. എവിടെയാ സ്വദേശം? ഞാൻ തൃശ്ശൂരാണ്. സിമി തലശ്ശേരിയിലാണ്. തൃശ്ശൂരിന്റെ യാതൊരു ഭാഷയും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂരാന്ന് പറയുന്നത്. എല്ലാവരും അതിങ്ങനെ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. ചില ആൾക്കാരൊക്കെ പറയും ഹംദാൻ തലശ്ശേരിയിലോട്ട് കല്യാണം കഴിച്ചപ്പോൾ പിന്നെ തലശ്ശേരി കുറച്ച് ടച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ട് തലശ്ശേരിയോ അല്ല, എങ്കിൽ തൃശ്ശൂരോ അല്ല, അങ്ങനത്തെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഭാഷ. കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ? 2.5 വർഷത്തോളം. 2.5 വർഷം കൊണ്ടൊന്നും ഭാഷ മാറില്ല. അത്രയ്ക്ക് അങ്ങോട്ട് സ്വാധീനിച്ചോ? തലശ്ശേരിയാണല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? സിസ്റ്റേഴ്സും ബ്രദേഴ്സും? സിസ്റ്റർ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ബ്രദേഴ്സ് രണ്ടും മാരീഡാണ്. ഒരാൾ മാരീഡാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ക്രിക്കറ്റിൻ്റെ കോച്ചാണ്. സിമിയ പഠിച്ചതൊക്കെ തലശ്ശേരി തന്നെയാണ്? ഞാൻ ഡിഗ്രി ചെയ്തത് BA മ്യൂസിക് ആയിരുന്നു, പാലക്കാട് ചമ്പി സംഗീത കോളേജിൽ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. നിങ്ങളെയൊക്കെ ശരിക്കും ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഇസ്ലാം കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് കിട്ടിയ കഴിവാണ് എനിക്ക്. എല്ലാവരും പാടും, അതുകൊണ്ട് എനിക്ക് എസ്പെഷ്യലി ഉമ്മ പാട്ട് പഠിച്ചിട്ടാണോ? അതല്ല, ഫാമിലിയിൽ ആരും മ്യൂസിക് പഠിച്ചിട്ടില്ല. ബോൺ കിട്ടിയ ടാലന്റ്. അപ്പോൾ അത് കാരണം എനിക്ക് പാട്ട് പഠിക്കാൻ ആരും എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഉമ്മ അല്ലാതെ പ്രൊഫഷണലി പാടുമായിരുന്നു? ഇല്ല, വീട്ടിൽ പാടുകയുള്ളൂ. വീട്ടിൽ പാടും. ഞങ്ങളുടെ കല്യാണങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലൊക്കെ പാടും. അങ്ങനെയൊക്കെ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ എൻ്റെ മാമ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിറിക്സിസ്റ്റ് ആണ്. ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് സിംഗർ പീർ മുഹമ്മദ് പാടിയ ഒരുവിധ പാട്ടുകളൊക്കെ OV അബ്ദുള്ള എന്ന് പറയും. പുള്ളി എൻ്റെ മാമയാണ്. തലശ്ശേരിയിലൊരു അറിയപ്പെടുന്ന ഫാമിലിയാണ് ഇവരുടെ ഫാമിലി. OV ഫാമിലി എന്ന് പറയും. അത്രയും ഒരു കലാകാരന്മാർക്കൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന, കലകൾക്ക് പ്രത്യേകിച്ച്. ഹംദാന്റെ നാട് തൃശ്ശൂര്. പഠിത്തമൊക്കെ തൃശ്ശൂര് തന്നെയായിരുന്നു? ഞാൻ ഡിഗ്രി ചെയ്ത് തൃശ്ശൂർ തന്നെയായിരുന്നു. മദർ കോളേജിലായിരുന്നു BBA ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പഠിക്കുന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് അബുദാബിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ, ഒരു 3 years ആയിട്ടുള്ളൂ. സ്കൂൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പഠിക്കുന്ന ടൈമിൽ കേരളത്തിൽ തന്നെ. അതെ. സ്റ്റഡീസ് എല്ലാം കേരളത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പണ്ട് മുതലിങ്ങനെ 2ാം ക്ലാസ് മുതലൊക്കെ പാടുമായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 1 time സ്റ്റേറ്റ് കലോത്സവത്തിൽ 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിൽ. പിന്നെ ഉമ്മ തന്നെയായിരുന്നു എന്നെ പാട്ടൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ സിമിനെ പോലെ അങ്ങനെ അവകാശപ്പെടാനായിട്ടുള്ളൊരു സംഗീത പാരമ്പര്യമൊന്നും നമ്മുടെ ഫാമിലിക്കില്ല. ഉപ്പ അബുദാബിയിലായിരുന്നു
ഒരു 30-32 വർഷം. പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ കുറച്ച് മാത്രം, വളരെ കുറച്ച്. സിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12 വർഷത്തോളം ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും അവകാശപ്പെടാനായിട്ടുള്ള പഠിത്തമൊന്നും സംഗീതപരമായിട്ടില്ല. പക്ഷേങ്കിൽ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ലിറിക്സ് ചെയ്തിട്ടുണ്ട്. സെയിം സോങ് തന്നെ ഞാൻ പാടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു 2005 ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു സോങ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അന്നേരം പാടി നടക്കണമെന്നൊക്കെ ഒരു നല്ലൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചന്തമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആയിരുന്നു. ആൽബം സോങ് ആണ്? അതെ അതെ, ആൽബം സോങ് ആയിരുന്നു അത്. അതിൻ്റെ ലിറിക്സും മ്യൂസിക് ഞാൻ തന്നെ ആയിരുന്നു പാടിയതും. അതെ അതെ അതെ. പക്ഷേ ആ സോങ് അതിൽ ഹിറ്റ് ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓ പാടാവല്ലോ. അതെന്താ, ഇത് സ്വന്തം ലിറിക്സും മ്യൂസിക്കും പാടിയതും. ഇത് ഏത് ഇയറിലാണ്? 2005 അതെ അതെ. അന്നേരം ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാവരുടെയും മൊബൈലോട്ടൊക്കെ വിളിക്കുമ്പം ഈ സോങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മൊബൈൽ ടോൺ ഹിറ്റും കൂടിയായിരുന്നു ഈ സോങ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ടീം അത് വിഷ്വൽ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അന്നേരം എന്നെ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും ഞാൻ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴൊക്കെ പല ആൾക്കാരും എന്നെ തൊട്ടപ്പുറത്തിരുന്നിട്ട് പോലും ഈ സോങ് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലുണ്ട് ഇത് ഞാൻ പാടിയതാണെന്ന് അവരറിയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേങ്കിൽ അവർ പരസ്പരം പറയുന്നുണ്ട് ഇത് വേറൊരു സിംഗറുടെ പേരാണ് അവർ പലപ്പോഴും പറയുന്നത്. അയാൾ പാടിയ സോങ്ങാണ്, ഇത് നല്ല പാട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല ഇത് ഞാൻ പാടിയ പാട്ടാണെന്ന്. അങ്ങനത്തെ കുറച്ച് നിസ്സഹായാവസ്ഥകളൊക്കെ അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സങ്കടം വരും അല്ലേ? ഓ തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ക്രിയേഷൻ അത് വേറൊരാളുടെ പേരിൽ അറിയപ്പെടുമ്പോൾ നമുക്കൊരു തീർച്ചയായിട്ടും അതൊരു സങ്കടം തന്നെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് സങ്കടങ്ങളൊന്നും ഇല്ല. കല്യാണമൊക്കെ എല്ലാവരും അറിയുന്നുണ്ടോ? എല്ലാവരും അറിയുന്ന ഇപ്പം അറിയപ്പെടുന്നത് സിമി ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറിയപ്പെടുന്നത്. രണ്ടുപേരും അങ്ങനെ കപ്പിളായിട്ട് പാട്ട് പാടുന്ന എന്നുള്ളൊരു ഇതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് ഷോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ആൽബം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ രണ്ടുപേരും മാത്രം, ഞാനും സിമി മാത്രമേ പാടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് തോന്നുന്നുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു കപ്പിൾ എല്ലാ സോങ്സും പാടിയിട്ട് ഒരു ആൽബം റിലീസാകാൻ പോകുന്നത്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന കമ്പനി. ലിറിക്സ് ഹംദാൻ തന്നെയാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ അതിന് ടൈം കിട്ടുന്നില്ലല്ലോ. പിന്നെ പണ്ടത്തെ അത്ര റൊമാൻസ് ഒന്നും ഇപ്പൊ ഇല്ല തോന്നുന്നു. ടൈം കിട്ടാത്തോണ്ടാട്ടോ. രാജീവ് ആലുങ്കൽ. അതെ അതെ, രാജീവേട്ടനാണ് കംപ്ലീറ്റ് സോങ്സ് എഴുതിയിട്ടുള്ളത്. ഒരു സോങ് മാത്രം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ ചന്ദ്രശേഖരൻ നാങ്കണ്ടിയൂർ എന്ന് പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഫോക്ക് സോങ് ഒരു ഫോക്ക് സോങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വർഷമായി ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വർഷം അതിനിടയിലായിരുന്നു പിന്നെ പെട്ടെന്ന് ഖത്തറിലോട്ടുള്ള വരവൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുസ്ഥാനി കുറച്ച് ബാക്കിലായിരുന്നു. പക്ഷേങ്കിൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ചീത്ത പറഞ്ഞാൽ മാത്രം. ഈ മാപ്പിളപ്പാട്ടിന് ഹിന്ദുസ്ഥാനി ഒരുപാട് ഹെൽപ്പ് ചെയ്യും തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കർണാടകനെക്കാട്ടി ഹിന്ദുസ്ഥാനിയാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? ഒരു പ്രത്യേക സുഖമാണല്ലോ അത് കേൾക്കാൻ അല്ലേ? മാപ്പിളപ്പാട്ടിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം മത്സരങ്ങൾക്ക് നമ്മൾ പാടുന്ന പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു ചടുലത വേണം. അതെ 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 അതെ. അങ്ങനത്തെ ഒരു പ്രത്യേക ഓളമുള്ള ഒരു സോങ്സ് ആണ് മത്സരത്തിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ആൽബം എന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് സോങ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സത്യം പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. കുറേ ആൾക്കാർക്കൊക്കെ ഒരു മാപ്പിള ആൽബം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇറിറ്റേഷനാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നതൊരു നിലവാരമില്ലാത്ത ലിറിക്സ് തന്നെയായിരിക്കും തോന്നുന്നുണ്ട്. അതെ അതെ അതെ. ഒരു കാലത്ത് വെറും പേര് വെച്ചിട്ടായിരുന്നു സാജിദ, ഫാത്തിമ. പക്ഷേങ്കിൽ അതിനൊരു രസം ആ ഒരു ടൈമിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആവർത്തന വിരസത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓഡിയൻസ്, നമ്മളൊരു സിംഗർ എന്നുള്ള ലെവലല്ല പറയുന്നത്, ഒരിക്കലും ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് സത്യം. പട്ടുറുമാൽ വഴിയാണോ പരിചയപ്പെടുന്നത്? അതെ അതെ, നമ്മൾ രണ്ടുപേരും പട്ടുറുമാലിലൂടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേങ്കിൽ ഒരു രണ്ടുപേരും കണ്ടസ്റ്റന്റ് ആയിട്ട്. അതെ അതെ അതെ. ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു സിമിയ. ഞാൻ 4ാമത്തെ റൗണ്ടിൽ തന്നെ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതെ അതെ. എന്നിട്ടും എങ്ങനെ ഇഷ്ടപ്പെട്ടു?
പക്ഷേ നമ്മുടെ പേരിൽ ഒരുപാട് ആൽബം സോങ്സ് ഉണ്ടായിരുന്നു അന്നേരം. അപ്പോൾ സിമി എന്നെ ഒരു ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലൊക്കെ എന്നെ ഫോൺ ചെയ്യുന്ന ടൈമിലൊക്കെ പാട്ട് കേൾക്കാൻ വിളിക്കുമായിരുന്നു. എൻ്റെ ഡയറക്റ്റ് ട്യൂണായിട്ട് ഞാൻ പാടിയ പാട്ടിന് ഉണ്ടാവാൻ വേണ്ടി. കണ്ടോ, പഠിപ്പിച്ച് ഗുരു പൊട്ടിപ്പോയി, ജയിക്കുകയും ചെയ്തു. അതെ അതെ. പക്ഷെ നിങ്ങൾക്ക് എനിക്കൊന്നും സെയിം കാസ്റ്റ് തന്നെ ആയതുകൊണ്ട് കല്യാണത്തിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു പ്രണയ വിവാഹം ഒന്നും ഒരിക്കലും നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്തിരുന്നു, മീൻസ് നമ്മൾ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം. എന്റെയും ആഗ്രഹം തന്നെയായിരുന്നു അത്, തീർച്ചയായിട്ടും. പരസ്പരം നമ്മുടെ പ്രൊഫഷൻ ഒരു തടസ്സം വരാൻ പാടില്ല. അതെ 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 അതെ. അന്നേരം നമ്മൾ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എത്തിയിട്ട് വീട്ടിൽ അത് പെട്ടെന്ന് തന്നെ അവതരിപ്പിച്ചു. നമ്മുടെ ദൂരെയായിരുന്നു ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത്, തൃശ്ശൂരോ തലശ്ശേരിയിലോട്ട് ഉള്ള റണ്ണിങ്, ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തു, പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ടായിരുന്നു അവിടെ കല്യാണം ഉണ്ടായിരുന്നത്. ഗായകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഖത്തറിലെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാഷൻ സംഗീതം തന്നെയാണ്, പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ലേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട്? ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പാടാൻ കുറെ കൂടെ അവസരങ്ങൾ നാട്ടിലാണ് കൂടുതലായിട്ടുള്ളത്. ഖത്തറിൽ നമ്മൾ ജോലി ചെയ്യുന്ന ടൈമിൽ ജോലിയോട് നമ്മൾ അത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പറ്റുള്ളൂ. പക്ഷേങ്കിൽ അതിനിടയിൽ നമുക്ക് പാടാനിങ്ങനെ എന്താ പറയുക, മുട്ടെന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പിന്നീട് നമ്മൾക്ക് എന്തായാലും സാമ്പത്തികപരമായിട്ടൊന്നും നമ്മുടെ കയ്യിൽ നമ്മളൊന്നും നേടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതൊരു ഇഷ്യൂ ആവും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പലരാണെങ്കിലും ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ 3 മന്ത്സോളായി നമ്മളൊരു ലീവ് എടുത്തിട്ട് ഇവിടെ നിൽക്കുക. അതെ, നാട്ടിൽ നിൽക്കുന്നത് ഈ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട്. ഖത്തറിൽ നിൽക്കുന്ന ടൈമിൽ നമുക്കൊരു ആൽബം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല സാധിക്കുന്ന കാര്യമാണെന്ന്. അപ്പോൾ ആ മ്യൂസിക് സ്കൂൾ എന്താ കർണാട്ടിക് തന്നെയാണ് പഠിപ്പിക്കുന്നത്? മ്യൂസിക് സ്കൂളല്ല, നോർമൽ ഇന്ത്യൻ സ്കൂൾ. അപ്പോൾ അവിടെ എന്താ പഠിപ്പിക്കുന്നത് ആക്ച്വലി? അവിടെ എക്സസൈസ് പഠിപ്പിക്കും. പിന്നെ സ്കൂൾ എന്ന് പറയുമ്പം സ്കൂൾ അസംബ്ലിയിലോട്ടേക്ക് പാടാൻ വേണ്ടിയിട്ട്, പിന്നെ ആനുവൽ ഡേക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള. ഓ അങ്ങനെ. ഓക്കെ. നമുക്ക് ക്ലാസിക്കൽ അധികം പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല അവിടെ. ഇല്ല. പക്ഷെ ആഗ്രഹമുണ്ടോ അങ്ങനെ പഠിപ്പിക്കണം എന്ന്? ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുകയാണല്ലോ, നമ്മളും കൂടെ പഠിക്കുകയാണ് അതിലൂടെ. അതുകൊണ്ട് ആഗ്രഹമുണ്ട്. അത് നടക്കുന്നില്ല. സിമി നന്നായിട്ട് ഇപ്പം ഗസൽസ് ഒക്കെ നന്നായിട്ട് പാടാറുണ്ട് സിമി. അത് കേൾക്കുമ്പോൾ എനിക്കും ഒരുപാട് ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ സിമി സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ കൂടുതൽ സിമിയുടെ സോങ്സ് എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന സിമി ഒരു സിംഗറായാൽ മതിയായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സിമിയുടെ ആഗ്രഹം. അത് തന്നെയാണ്. എനിക്ക് സിമിയുടെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഗസൽ के फूल खिलाकर चले हम दोनों, गजल के फूल खिलाकर चले हम दोनों, चमन के हक में दुआ कर चले हम दोनों, गजल के फूल खिलाकर चले हम दोनों, हमारे नगमे बरसते हैं बादलों की तरह, हमारे नगमे बरसते हैं बादलों की तरह, दिलों की प्यास बुझाकर चले हम दोनों, दिलों की प्यास बुझाकर चले हम दोनों, गजल के फूल खिलाकर चले हम दोनों. എനിക്ക് തോന്നുന്നു സിമിയുടെ ഏറ്റവും വലിയ ആരാധകൻ ഹംദാൻ തന്നെയാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ആസ്വാദകനും കൂടിയാണ്. അത് ഭയങ്കര ആസ്വാദനം. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മുസ്ലിം ഫാമിലിയിൽ
എത്രയോ പേരുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം പാടാൻ പറ്റാതെ. അവരെപ്പോഴും പറയും നീ ഭയങ്കര ലക്കിയാണ്. സത്യമാണ്. പുള്ളിയുടെയും ഫാമിലിയുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. സിനിമയിൽ പാടാൻ എന്തുകൊണ്ടാണ് അവസരം കിട്ടാത്തത്? പോയി അവസരം ചോദിക്കാത്തത് കൊണ്ടാണ്? ട്രൈ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, എന്തേ ട്രൈ ചെയ്യാത്തത്? കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. പിടിക്കാറുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ അത്രയും പുഷ് ചെയ്യാറുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ എക്സസൈസ് എല്ലാം ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ്, അതെല്ലാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് സിമി പാടുന്നത് സിനിമാ പാട്ടും എല്ലാം മിക്സ് ചെയ്ത് പാടും. എല്ലാം പാടും. മെലഡിയാണ് സിമി സത്യം പറഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ട് സിംഗറായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടിനേക്കാൾ നന്നായി മീൻസ് മാപ്പിളപ്പാട്ട് നമുക്ക് ഒരുവിധം കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പാടാൻ വേണ്ടി പെട്ടെന്ന് പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേങ്കിൽ ഫിലിം സോങ്സിൽ കുറച്ചുകൂടി സംഗീതപരമായിട്ട് കുറച്ചുകൂടി ആഴ്ന്നിറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ഫിലിം സോങ്സ് സിമി നന്നായി പാടാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫാസ്റ്റ് ചിലപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പാടേണ്ട അവസ്ഥ വന്നാൽ ചിലപ്പോൾ പാടേണ്ടി വരുമല്ലോ. ആസ് എ സിംഗർ എന്നുള്ള ഇതിൽ എല്ലാ പാട്ടുകളും പാടണമല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടം മെലഡി പാടാനാണ്. അറബിക് സോങ് പാടാറുണ്ട്, പിന്നെ ഒരു പഷ്തു സോങ് പാടാറുണ്ട് സ്റ്റേജിൽ. എന്ത് സോങ്? പഷ്തു, ഒരു അഫ്ഗാൻ ലാംഗ്വേജ് ആണ്. അതെ അതെ. നിങ്ങൾക്ക് പിന്നെ അതൊക്കെ പഠിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? അറബിക്കായിട്ട് കുറച്ചുകൂടി കണക്ഷൻ ഉള്ളത് കൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഷയായിരിക്കില്ല. അതെ. നമ്മുടെ ഈ ആൽബത്തിൽ നമ്മൾ ഒരു സോങ് ചെയ്തിട്ടുള്ളതൊരു ഗസല ജാവേദ് എന്ന് പറയുന്ന ഒരു സിംഗർ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. അവർ വെടിയേറ്റ് മരിച്ചായിരുന്നു തീവ്രവാദികളുടെ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ന്യൂസ് ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന നേരത്ത് സോങ്സ് ഒക്കെ ഞങ്ങൾ കേൾക്കുമായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിലത്തെ ഒരു സോങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ സിമിയുടെ അടുത്ത് പറയാം, ഇങ്ങനെ നമുക്ക് ഈ സോങ് നല്ല രീതിയിൽ ലിറിക്സ് ചെയ്തിട്ട് നമുക്കൊരു മലയാളീകരിക്കണം എന്നുള്ളൊരു ഒരിക്കലും കോപ്പി അടിച്ച് അതൊരു വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല. പക്ഷേങ്കിൽ നമ്മുടെ ആ സോങ്ങിൻ്റെ ഒരു മ്യൂസിക്കൽ ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ സോങ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഒരു വർഷം കഴിഞ്ഞു തീർച്ചയായിട്ടും. നമ്മൾ ആ സോങ് രാജീവേട്ടന് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് യൂട്യൂബിൽ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ രാജീവേട്ടന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് ഈ ഒരു സോങ്ങിന് എനിക്ക് മലയാളത്തിൽ നല്ലൊരു ലിറിക്സ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. നല്ല മ്യൂസിക് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ സോങ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടുണ്ട്. ഞാനേ ആലോചിക്കുക ഇങ്ങനെ സിമിയുടെ പാട്ടിനെ കുറിച്ച്, സിമിയുടെ ടാലന്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വന്തം ടാലന്റ് ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഒരാളെ ഇങ്ങനെ വളർത്താൻ ശ്രമിക്കുന്നത് നമ്മളും ഗായകനല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ നമ്മളെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും. ഈ ഒരു അത് അത്ര വലിയ പാഷൻ അല്ലേ? പാഷനാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ ഒരു ആൽബം ചെയ്യുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ പാടി നടക്കുക തന്നെയാണോ എന്ന് വരെ പറയുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരാണെങ്കിൽ പോലും ഞാനില്ലാത്ത സമയത്ത് പോലും അവരെൻ്റെ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവർക്കും കൂടുതൽ പ്രിഫറൻസ് അവർ കൊടുക്കുന്നതാണെങ്കിലും ജോബിന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് വേണം. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് സമയം കണ്ടെത്താം അതിനൊക്കെ. എത്ര ജോലിയുടെ ഇടയിലും നമ്മളുടെ ഒരു കഴിവിനെ വളർത്താൻ എന്ത് ചെയ്യാമെന്ന് നമ്മൾ സ്വയം ആലോചിച്ചാൽ വഴി കണ്ടെത്തും. തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്രയും നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിയാണ്. രണ്ടാമത് വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഭാര്യയും ഭർത്താവായി. ഇനിയിപ്പം നിങ്ങൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ശരിയെന്ന് തോന്നുന്നു, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യാൻ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? വേറെ തെറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അല്ലേ? ജോലിയും ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം കഴിവിനെ നമ്മൾ സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒട്ടും കഴിവ് കുറഞ്ഞ ആളല്ല ഹംദാൻ വിചാരിക്കുന്നു ഇത്രയും വർഷം പഠിച്ചത് കൊണ്ട് ഏറ്റവും വലിയ ഗായികയാണ്. ചേച്ചി ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ചില പാട്ടുകളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കും. അപ്പം അതിലില്ലാത്തതും ഞാൻ പാടാത്തതുമായിട്ട് എക്സ്ട്രാ സാധനങ്ങൾ പാടും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ വെറുതെ പാട്ടൊക്കെ പഠിച്ചു. നല്ല തിങ്സ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു എവിടെയോ ഒരു ഇത്തിരി ഒന്നും ഇങ്ങനെ താഴുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് വേണ്ട. നിങ്ങൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. സിമിയോളം തന്നെ ടാലന്റഡ് ആണ് ഹംദാൻ. തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന പോലെ ഇന്ന് മുതൽ അപ്പൊ അങ്ങനെയെങ്കിലും ഞാനും എന്റെ കഴിവിന് പരമാവധി കോൺഫിഡൻസ് കളയരുത് കേട്ടോ. ഒട്ടും കുറഞ്ഞൊരു ഗായകനല്ല. താങ്ക് യു. മനോഹരമായിട്ട് പാടുന്നുണ്ട്.
രണ്ടുപേരും നല്ല വലിയ പാട്ടുകാരായി വളരട്ടെ. ഒരുപാട് സിനിമയിൽ പാടുന്നത് കൊണ്ട് മാത്രമല്ല ഒരാൾ വലിയ ഗായകനാവുന്നല്ലേ. സിനിമയിൽ പാടാത്ത എത്രയോ വലിയ വലിയ ഗായകന്മാരുണ്ട്, ഗായികമാരുണ്ട്. അപ്പൊ രണ്ടുപേരും നല്ല പ്രശസ്തരായ ഗായകരാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.